ഗുഡ് മോർണിംഗ്. അപ്പൊ ഒന്ന് ഞങ്ങളെ സെക്കൻഡ് ഡേ ആണ് ഇവിടെ ഉദയ്പൂരില്. വന്നപ്പോ നമ്മളെ കയ്യിൽ 2 ബാഗ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ ഒരു ബാഗിലെ സാധനങ്ങളും മറ്റൊരു ബാഗിലാക്കിയിട്ട് ബാഗായിട്ട് യാത്ര തിരിക്കാനാണ് പ്ലാന്. ഇന്ന് വൈകുന്നേരം നമുക്ക് ജോധ്പൂർക്ക് ബസ് ബുക്ക് ചെയ്തിരിക്കണം. എന്റെ ചങ്ങായി നമ്മളെ രഞ്ജിത്ത് അവിടെ നമ്മളെ കാത്തിട്ടുണ്ട് ജോധ്പൂര്. നൈറ്റില് നമ്മളെ ജോധ്പൂർക്ക് പോകും. ഉദയ്പൂരിൽ നിന്ന് റൂമിൽ നിന്ന് ഞങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാണ്. ഈ റോയൽ ലേക്ക് വ്യൂ ഹോം സ്റ്റേയിലെ റൂം നമ്പർ 202 നമ്മൾ റൂം ഉണ്ടായിരുന്നത്. ഇത് ഈ റൂമായിരുന്നു തരേണ്ടത്. ഇതിന് 2500 രൂപ വാടക ആയിരുന്നു. അപ്പൊ നമുക്ക് ഇത് കിട്ടിയപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. ഇതിന് കുറഞ്ഞ വിലക്ക് കിട്ടി. അത്യാവശ്യം നല്ല പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളൊരു ഹോട്ടലാണ്. റൂമി വരുന്നുണ്ട്. ഓക്കെ പോലെ ഇന്ന് ഇനി കൊടുക്കാം. മൺസൂൺ പാലസ്. അങ്ങനെ നമ്മള് റൂമിൽ ചെക്കൗട്ട് ചെയ്യാൻ പോവാണ്. എന്നെ കണ്ടാ മറ്റേ ഇൻവിസിബിൾ മാൻ സിനിമയിലെ ആ മനുഷ്യനെ പോലെ ഉണ്ട്. ഞങ്ങള് ഇന്ന് ഉദയ്പൂരിലെ 2ാമത്തെ ദിവസം എക്സ്പ്ലോർ ചെയ്യാനാണ് പോണത്. ഉദയ്പൂരിലെ ലാസ്റ്റ് ദിവസമാണ്. അപ്പൊ ഇന്ന് ആദ്യം സജ്രംഗ് ഫോർട്ട് പോകണം. നമ്മളിന്ന് റൂമിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ബാഗൊക്കെ റൂമിന്റെ അവിടെ താഴെ വെച്ചിട്ടുണ്ട്. അവര് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ബാഗൊക്കെ അവിടെ വെക്കാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഉദയ്പൂർ സജ്രംഗ് ഫോർട്ട് പോകണം. ഞങ്ങൾ അങ്ങനെ സജ്രംഗ് മൺസൂൺ പാലസ് കയറാൻ വേണ്ടിട്ട് ഇവിടെ എത്തി. ഇതാണ് ഇതിന്റെ എൻട്രൻസ്. ഒരു ബൊട്ടാണിക്കൽ ഗാർഡനും മൺസൂൺ പാലസും ഉണ്ട്. രാവിലെ എന്താ പറയാ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് വില്ലേജ് റെസ്റ്റോറന്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു കഫേ ഉണ്ട്. റെസ്റ്റോറന്റിലൊക്കെ നല്ല പൈസ ആയതുകൊണ്ട് ഞങ്ങൾ 2 ചായ പറഞ്ഞു. ചായക്ക് പ്രത്യേകത എന്ന് വെച്ചാൽ ഇവര് ഇഞ്ചി കുത്തിച്ചതച്ചിടും. ഇഞ്ചി കുത്തിച്ചതച്ചിട്ടുണ്ട് തന്നെ നല്ലൊരു രസമാണ്. ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്ക്. ഒരു സമ്മേളനത്തിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. പെരും തിരക്ക്. ഇവിടെ ഫുള്ള് കഴിഞ്ഞു. വണ്ടികളൊക്കെ നിറച്ച് പാർക്കിങ്ങിന്. അപ്പൊ ഞങ്ങൾക്ക് ഇന്നലെ ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ ഒരുപാട് സമയം എടുത്തു. അപ്പൊ ഞങ്ങൾ ഇന്നലെ നേരെ സിറ്റി പാലസ് പോയിക്കൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തി 10 മണിക്ക്. സമുദ്രനിരപ്പിൽ നിന്നും 944 മീറ്റർ ഉയരത്തിലാണ് മൺസൂൺ പാലസ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 3.5 കിലോമീറ്ററോളം മെയിൻ ഗേറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പോകണം. സജ്ജൻഗഡ് പാലസ് എന്നൊരു പേരിലും കൂടെ അറിയപ്പെടുന്ന ഇത് പ്രധാനമായിട്ടും മൺസൂൺ കാലത്തെ മേഘങ്ങളെ നിരീക്ഷിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിപ്പോ രാജസ്ഥാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണെങ്കിലും ഇത് വളരെ അടുത്താണ് പബ്ലിക്കിനായിട്ട് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്. വൈകുന്നേരങ്ങളിലാണ് ഇത് കാണാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈമിംഗ് എന്ന് നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് ബോട്ടിങ്ങിന് പോകേണ്ടത് കൊണ്ട് നമ്മളിപ്പോ ഇങ്ങോട്ട് പോന്നു. ഇതിന്റെ ചരിത്രം പറയണില്ലേ? ഇത് ഏത് രാജാവിന്റെ പേര് ചോദിക്കരുത്. കുറെ മഹാറാണുണ്ട്. ഏതൊരു മഹാറാണ് 9 നിലയിലായിട്ട് ഒരു അസ്ട്രോണമിക്കൽ ടവർ ആയിട്ട് ബിൽഡ് ചെയ്തതാണ് ഇത്. ഇപ്പോഴത്തെ അസ്ട്രോണമി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷെ ഇത്ര 5 നില ആയപ്പോത്തിന് ആള് മരിച്ച്. അപ്പൊ ഇത് പണി കഴിയാതെ കിടക്കുന്ന ഒരു പാലസാണ്. പാലസാക്കി മാറ്റിയവര്. ഇവിടെ ഹണ്ടിങ്ങിനൊക്കെ ഫുള്ള് ചുറ്റും കാടാണ്. അരാവലി റേഞ്ചസും കാടാണ് ഈ കാണുന്നൊക്കെ. അപ്പൊ അവിടെ ഹണ്ടിങ്ങിനായിട്ട് പിന്നെ ആൾക്കാരെ താമസിക്കുന്ന ഹസ്ബൻഡിന്റെ ഒക്ടോബസ് എന്ന ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറെ സീൻസ്. അതിലെ വില്ലന് അഫ്ഗാൻ പ്രിൻസസ് താമസിച്ച സ്ഥലമാണിത്. ഇവിടെ കുറെ സീൻസ് ഷൂട്ട് ചെയ്തത്. എൻഡിങ് ഒക്കെ ക്ലൈമാക്സ് ഒക്കെ ഇതിലെ പറഞ്ഞ കുറെ സത്യം കേട്ടോ. 1874 മയവാർ ഡൈനാസിറ്റിയുടെ 72ാമത് ഭരണാധികാരിയായി അധികാരമേറ്റ മഹാറാണ സജ്ജൻ സിംഗ് ആണ് ഈ ഒരു നിർമ്മിതി ഇവിടെ നിർമ്മിക്കാൻ തുടക്കം കുറിച്ചത്. ഒരു 9 നില ആസ്ട്രോണമിക്കൽ ടവർ ആയിട്ടാണ് ഇദ്ദേഹം ഇതിന് തുടക്കം കുറിച്ചതെങ്കിലും 5 നില ആയപ്പോഴേക്ക് ഇദ്ദേഹം 26ാം വയസ്സിൽ മരണപ്പെട്ടു. 10 വർഷം മാത്രമാണ് ഇദ്ദേഹത്തിന് ഭരണത്തിൽ ഉണ്ടായിരുന്നത് എങ്കിലും ഒരുപാട് നല്ല കാര്യങ്ങൾ ഉദയ്പൂരിന് വേണ്ടിയിട്ട് ചെയ്തതുകൊണ്ട് നല്ലൊരു ഭരണാധികാരിയായിട്ടാണ് ചരിത്രം അയാളെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് ശേഷം വന്ന ഭരണാധികാരികൾ ഇതിന് അവസാന മിനുക്കുപണികളൊക്കെ ചെയ്ത് ഇതൊരു താമസയോഗ്യമായിട്ടുള്ള ഒരു സ്ഥലമാക്കി മാറ്റി. അവർക്ക് വേട്ടയ്ക്ക് വരുമ്പോൾ താമസിക്കാനുള്ള ഒരു ഹണ്ടിങ് ലോഡ്ജ് ആക്കിയിട്ട് ഇത് പിന്നീട് രൂപാന്തരം കൊണ്ടു. പാലസിന്റെ 1ാം നിലയിൽ നിന്നുള്ള വ്യൂ ആണിത്. ആ നേരെ കാണുന്നതാണ് ലേക്ക് ഫത്തേസാഗർ. അതിന്റെ അപ്പുറത്ത് കാണുന്നത് പിച്ചോള ലേക്കും. കോടമഞ്ഞ ആയതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ അത്രക്ക് അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല. വിന്റർ ആയതുകൊണ്ട് ഒരു ചെറിയൊരു മൂടലൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇത് രാവൺ ഹട്ട.
രാജസ്ഥാനിലൊരു ട്രഡീഷണൽ വാദ്യോപകരണമാണ്. ടൂറിസ്റ്റുകളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു കലാകാരന് അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ടായിരുന്നു. ഞാനും അദ്ദേഹത്തിൻ്റെ ഒപ്പം കുറച്ചധികം സമയം ഇരുന്ന് അദ്ദേഹം രാവൺഹട്ട വായിക്കുന്നത് ആസ്വദിച്ചു കൊണ്ടേയിരുന്നു. വെറുതല്ല സജ്ജൻഗർ ഫോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഓടി വരുന്നത്. നല്ല കിടിലം വ്യൂ ആണ്. ഫോഗ് ഉണ്ടായതുകൊണ്ട് ഇത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയി വിസിബിൾ അല്ല, പക്ഷെ എന്നാലും താഴെ കൂടെ പോണ റോഡൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാം. ആരവല്ലി റേഞ്ച്, താർ മരുഭൂമിൻ്റെയും രാജസ്ഥാന്റെ മെയിൻ ലാൻഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ആരവല്ലി റേഞ്ചസിന്റെ ഒക്കെ ഡിസ്റ്റന്റ് വ്യൂ ഇവിടുന്ന് കാണുന്നുണ്ട്. അതിന്റെ അപ്പുറം ഡെസേർട്ടിന്റെ സ്റ്റാർട്ടിങ് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട്. ഇതാണ് സജ്ജൻഗർ ഫോർട്ടിന്റെ ബാക്ക് സൈഡ്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ, സജ്ജൻഗർ ഫോർട്ടിന്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദയ്പൂർ സിറ്റിന്റെ ഒരു 360 ഡിഗ്രി വ്യൂ ആണ്. ഇതിന്റെ ഫ്രണ്ടിലെ ഭാഗത്തെ വ്യൂ ആണ്. നേരത്തെ നമ്മളെടുത്തത് അതിന്റെ ബാക്ക് ഭാഗത്തെ വ്യൂ ആണ്. ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. ഈവനിങ് ആകുമ്പോൾ നല്ല ക്ലിയർ ആകും. എങ്കിലും ഉദയ്പൂർ സിറ്റിയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് എന്താ പറയുക ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ ലേക്കും അവിടുത്തെ അട്രാക്ഷൻസൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ യാസിക്ക് ദാൽ ബാട്ടി കഴിക്കാൻ പോയിട്ട് കുറേ തപ്പി റിവ്യൂസൊക്കെ ഉള്ള കേട്ട് വീഡിയോസിലൊക്കെ വ്ലോഗിലൊക്കെ കണ്ടൊരു സ്ഥലമാണ് കൃഷ്ണ ദാൽ ബാട്ടിയ റെസ്റ്റോറൻറ്റ്. അപ്പോൾ അവിടെ പോയി നോക്കാം എങ്ങനെയാണ്. അങ്ങനെ തപ്പി 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 നമ്മൾ ദാൽബാട്ടി ചുർമ കഴിക്കാൻ നമ്മൾ കൃഷ്ണ ദാൽബാട്ടി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. 350 രൂപയാണ് ഇവിടെ പെർ ഹെഡിന് കോസ്റ്റ് വരുന്നത്. അൺലിമിറ്റഡ് ഫുഡാണ്. അതുകൊണ്ട് തന്നെ ഷെയറിംഗ് ഒന്നും ഇവിടെ അനുവദനീയമല്ല. അതുകൊണ്ട് ഞങ്ങൾ 2 ദാൽബാട്ടി താലി പറഞ്ഞു. ഈ ഇടുന്നതാണ് ഈ ചുർമ എന്ന് പറയുന്ന സാധനം. നമ്മുടെ നാട്ടിലെ വെട്ടുകേക്കിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നൊരു സംഭവമാണ്. അങ്ങനെ ഒരു ടേസ്റ്റൊക്കെ തോന്നി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി തോന്നി. അടിപൊളിയായിട്ട് കഴിച്ചു. ഫുഡ് കഴിച്ചിറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു റമ്യ ഫുഡ്? പരിചയമില്ലാത്തൊരു എന്താ മനസ്സിലാവില്ല. കറി എന്താണ് കറിയുടെ ഇൻഗ്രീഡിയന്റ് മനസ്സിലാവില്ല. അപ്പൊ ചോദിച്ചപ്പോ കടല ബേസിൽ കൊണ്ട് എന്തോണം, അപ്പൊ കടല മാവുകൊണ്ടുള്ള എന്തോ. ഫുഡ് കഴിച്ചതിന് ശേഷം എന്താ ഈ കാണുന്ന പള്ളിയിൽ പോയി ലോറും അസറും കൂടെ ജമ്മും കസറാക്കി നിസ്കരിച്ചു. അതിന്റെ ഉള്ളിലൊരു മക്ബറക്കുള്ള പള്ളിയാണത്. തെരുവിലൂടെ വേറെ എവിടെയും കിട്ടാത്തൊരു സാധനം തെരഞ്ഞുകൊണ്ടിരിക്കാണ്. അവിടെ ബൈ ആൻഡ് സെൽ ഓൾഡ് ന്യൂ ബുക്സ്. എവിടേക്ക് ടൂർ വന്നാലും നമ്മളൊക്കെ പിന്നെ ഒരു ബുക്ക് ഷോപ്പൊക്കെ പോകേണ്ട നിർബന്ധ. അവിടെ കയറി നിന്ന് നോക്കുന്നുള്ളു ഏതാ ബുക്ക്. ഓരോ ബുക്കുകളും തപ്പിത്തരിയുണ്ട്. കിട്ടിയാ നമ്മൾ കയറാൻ പോണാണ് സഹേലിയം കി ബാരി. അതിന്റെ ടിക്കറ്റ് എടുക്കാം. 30 രൂപയാണ് ടിക്കറ്റ് റേറ്റ്. സഹേലിയം കി ബാരി എന്നുള്ളത് ആക്ച്വലി ഒരു റോയൽ ഗാർഡൻ ആണ്. 1710 തുടങ്ങി 1734 പണി പൂർത്തീകരിച്ച ഒരു റോയൽ ഗാർഡൻ ആണ് സഹേലിയം കി ബാരി. അന്നത്തെ രാജ്ഞിക്കും അവരുടെ 48 തോഴിമാർക്കും അവരുടെ വിശ്രമ വേളകളെ ആനന്ദകരമാക്കാനാണ് ഈ ഗാർഡൻ രാജാവ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. തൊട്ടപ്പുറത്താണ് ഫത്തേസാഗർ ലേക്ക്. ഈ ലേക്ക് ഏകദേശം 80 മീറ്റർ ഉയരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ 80 മീറ്റർ താഴ്ചയിലുള്ള ഈ ഗാർഡനിലേക്ക് വെള്ളം എത്തിക്കാൻ വലിയ ഇരുമ്പ് പൈപ്പ് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു. അങ്ങനെ രൂപപ്പെടുത്തിയെടുത്ത നാച്ചുറൽ ഫൗണ്ടൈനുകളാണ് ഇവിടെ കൂടുതലും നമുക്ക് കാണാനാവുന്നത്. സമയം 4 മണിയായി. എല്ലാം റമ്മി നമുക്ക് ഇനി ബോട്ടിങ്ങിനുണ്ടേ പോവാ. നമ്മളിപ്പോ ഉള്ളത് സഹേലിയം കി ബാരി എന്ന് പറഞ്ഞിട്ടുള്ളത് ഗാർഡനിലാണ്. പറഞ്ഞ പോലെ രാജാവ് പണ്ട് രാജ്ഞിക്കും റാണിന്റെ 48 തോഴിമാർക്കുള്ള ഇവിടെ ഇഷ്ടപ്പെട്ട് ഇങ്ങനെ മുറി ഹിന്ദി സംസാരിച്ച് നടക്കുമ്പോഴാണ് ഒരു മലയാളി ഫാമിലിനെ കണ്ടത്. അവരൊരു ഗ്രൂപ്പായിട്ട് വന്നതാണ്. അവരുടെ അടുത്ത് വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മടങ്ങി. ഉദയ്പൂരില് ഏതൊക്കെ ഹോട്ടലിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉദയ്പൂരിന്റെ ഭാഗം തന്നെയാണ്. ആ സിറ്റി പാലസ് എത്താനേ തോന്നുന്നല്ലേ. റൂമിന്റെ ഇവിടെ അധികം ഉള്ളത് ഹാൻഡിക്രാഫ്റ്റ് ഉണ്ട്, പിന്നെ സ്വീറ്റ്സ് ഉണ്ട്,
ബേക്കറി, അതെ ടെക്സ്റ്റൈൽസ് ഉണ്ട്. ടെക്സ്റ്റൈൽസിലൊക്കെ സാരി, ഗൗണ്, ബാഗ്, ലെതർ, കുറെ അമ്പലങ്ങളുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഞങ്ങൾ പിച്ചോള ലേക്കിന്റെ ബോട്ടിങ്ങിന് പോകാൻ നിൽക്കുകയാണ്. അപ്പം ആ ബോട്ടിങ്ങിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തു. 180 രൂപയാണ് ഒരാൾക്ക്, 360 റുപ്യ രണ്ടാൾക്ക്. അവിടെ തിരക്കനുസരിച്ചൊക്കെ ഭയങ്കര വലിയ ക്യൂ ഒക്കെയാണ്. നല്ല തിരക്കുണ്ട്. ന്യൂ ഇയർ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ബോട്ടിങ്ങിന് കയറുന്നതിന് മുമ്പ് ഭയങ്കര ക്യൂ ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കറങ്ങി നടന്ന് കണ്ടു. അവിടെ ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ്, കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്നു. വളയും മാലയും ഹാൻഡിക്രാഫ്റ്റ്സ് ഒക്കെ വിൽക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ട് കുറേ വീഡിയോസൊക്കെ എടുത്ത്. ബോട്ടിങ്ങിന് എന്തിന്? ബോട്ടിങ്ങിന് പിച്ചോള ലേക്കില്. ദിസ് ഇസ് പിച്ചോള ലേക്ക്. ഇതാണ് പിച്ചോള ലേക്ക്. ആ കാണാണ് ജഗ്മന്ദിർ. അതാണ് താജ് പാലസ്, താജ് ലേക്ക് പാലസ്. നമ്മളങ്ങോട്ട് ബോട്ടിങ്ങിന് പോണ്. ഇവിടെ ഈ കാണാണ് സിറ്റി പാലസ്. ഇത് പിച്ചോള ലേക്ക്. ഇതിൽ ബോട്ടിങ്ങിന് പോണേ ഞങ്ങൾ. ബോട്ടിന് മുന്നിൽ സീറ്റ് പിടിക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ നേരത്തെ മുന്നിൽ തന്നെ നടന്ന് മുന്നിൽ തന്നെ സീറ്റ് പിടിച്ചു. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഒക്കെ തന്ന് ഞങ്ങൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തു. പിച്ചോള ലേക്കിലൂടെയുള്ള ബോട്ടിങ്ങിന് കയറിയപ്പോൾ തന്നെ ഏകദേശം സൂര്യൻ അസ്തമിക്കാനൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ഭംഗിയുള്ള സൂര്യാസ്തമയമൊക്കെ കണ്ട് ഞങ്ങൾ പിച്ചോള ലേക്കിൽ ഇങ്ങനെ ബോട്ടിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ഈ കാണുന്നതാണ് താജ് ലേക്ക് പാലസ്. ഇതിപ്പോൾ താജ് ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. 1971 ഈ താജ് ഗ്രൂപ്പ് ഈ ഹോട്ടൽ ഏറ്റെടുത്തത്. 1743 ഇതിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം 200 വർഷങ്ങളായിട്ട് ഈ കൊട്ടാരം വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ്. ഇപ്പൊ ഇതിൽ ഏകദേശം 80ഓളം റൂമുകളുണ്ട്. ലക്ഷറി റൂമുകളാണ്. ഒരു ദിവസത്തിന് തന്നെ ലക്ഷങ്ങളാണ് ഈ റൂമുകളുടെയൊക്കെ വാടക. ഇപ്പൊ ഇത് താജ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ പ്രൈവറ്റ്ലി മാനേജ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഉള്ളില് കണ്ട് കാഴ്ചകൾ ആസ്വദിക്കാനൊന്നുള്ള ഭാഗ്യമില്ല. സിറ്റി പാലസിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഫത്തേ സാഗർ പാലസ്, ഇത് ഇന്നൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. അതിന്റെ വലത് ഭാഗത്താണ് ശിവ് നിവാസ് പാലസ് എന്നുള്ള മറ്റൊരു 5 സ്റ്റാർ ഹോട്ടൽ. ഇങ്ങനെ 11ഓളം വ്യത്യസ്തമായിട്ടുള്ള ഹോട്ടലുകളെല്ലാം ചേർന്നതാണ് സിറ്റി പാലസ്. ഈ സിറ്റി പാലസിന്റെ മ്യൂസിയമാണ് നമ്മൾ ഇന്നലെ രാവിലെ സന്ദർശിച്ചത്. ഈ കാണുന്നതൊക്കെ ഇവിടുത്തെ ഓരോ കോഫി ഷോപ്പുകളും ബിയർ പാർലറുകളും റെസ്റ്റോറൻറ്റുകളൊക്കെയാണ്. ഇവിടെയൊക്കെ നല്ല ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് നല്ല കച്ചവടം നടക്കുന്നൊരു സമയമാണ് ഈ വിന്റർ സീസൺ. ഒക്കെ പണ്ട് കാലത്തെ പൈസക്കാർ, അന്നത്തെ രാജസദസ്സിലുള്ള ഒരു മന്ത്രിമാരൊക്കെ നിർമ്മിച്ചിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള കൊട്ടാരങ്ങളാണ്. അത് അന്ന് ഹവേലി എന്നറിയപ്പെടുന്നു. ഇന്ന് അത് പലതും ഹോട്ടലായിട്ടും ഹോം സ്റ്റേകളായിട്ടും മാറിയിട്ടുണ്ട്. ഹനുമാൻ ഘട്ട് അല്ല അംബ്രായി ഘട്ട്. ഓ സൺസെറ്റിന് നിൽക്കണമെങ്കിൽ ആൾക്കാര് കാണുന്നതാണ് ലീല വിലാസ്. ന്യൂ ഇയർ ഒക്കെ അല്ലേ. പിച്ചോള ലേക്കിലെ മറ്റൊരു ഐലൻഡിൽ സ്ഥിതി ചെയ്യുന്ന ഇതാണ് ജഗ്മന്ദിർ. ഇതിപ്പോഴും രാജവംശത്തിന്റെ അണ്ടറിൽ തന്നെയാണുള്ളത്. ഇവിടെ അധികം താമസിക്കാൻ റൂമുകളൊന്നുമില്ല, പക്ഷേ റെസ്റ്റോറന്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് ജഗ്മന്ദിർ. ഇങ്ങോട്ട് വരാൻ സിറ്റി പാലസിന്റെ ഉള്ളിലൊരു പ്രത്യേക ബോട്ട് ജെറ്റ് ഉണ്ട്. അതിലൂടെ മാത്രമേ വരാൻ പറ്റുള്ളൂ. ഞങ്ങളങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ ഞങ്ങളെ കാണാൻ ഇങ്ങോട്ട് ഒരു അതിഥി വന്നിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടർ തിരിച്ചേൽപ്പിക്കാൻ പോവാണ്. 6 മണിക്കാണ് തിരിച്ചേൽപ്പിക്കേണ്ടത്. ഉദയ്പൂര് നടന്ന് കണ്ടിട്ടില്ല. ഈ ഉദയ്പൂരൊക്കെ നടന്ന് കാണാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഈ തിരക്കേറിയതിലൂടെ നടക്കണാണ് വലിയ സുഖം. അപ്പൊ കടകളും ഇതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കാലോ. ന്യൂ ഇയറിന്റെ രാവാണ്. കഫേകളും റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റുകളൊക്കെ ലൈറ്റപ്പും ചെയ്ത് പാട്ടൊക്കെ ഇട്ട് ഗസ്റ്റുകളെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങൾ ആ തെരുവുകളിലൂടെയൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു, കാഴ്ചകളൊക്കെ കണ്ടു. ടൂറിസ്റ്റുകളെ അവരുടെ കടകളിലേക്ക് വിളിച്ചു കയറ്റുന്ന ആൾക്കാർ, ഭക്തിയുടെ അമ്പലങ്ങൾ, സാധാരണക്കാരുടെ ജീവിതങ്ങൾ, ഇതൊക്കെ ഉദയ്പൂരിന്റെ ഓരോ കാഴ്ചകളാണ്. ഞങ്ങൾ ആ കാഴ്ചകൾ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നടന്ന് കണ്ടു.
ഞങ്ങൾ കണ്ട മറ്റൊരു കൗതുകകരമായ കാഴ്ചയായിരുന്നു. ഒരു ഭാഗത്ത് ഭക്തി, മറ്റൊരു ഭാഗത്ത് ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ട് അടിച്ചുപൊളി ലൈഫ്. കുറച്ചങ്ങനെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു പള്ളിയിൽ കയറി. ഇത് ഹനഫി മദ്ഹബിലുള്ള പള്ളിയാണെന്ന് തോന്നുന്നു. മക്ബറെ കണ്ട്. ഏതായാലും അസറിൻ്റെ ഒക്കെ നമസ്കാരം കുറച്ച് തെറ്റിയിട്ടാണ് 4:45-നൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഏതായാലും അവിടെ നമ്മുടെ ആദം നബി മുതൽ ബാക്കി തുടർന്ന് വരുന്ന എല്ലാ നബിമാരുടെയും മുഹമ്മദ് നബി വരെയുള്ള വംശ പരമ്പരയുടെ ഒരു ചാർട്ട് അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. ഞാനതൊക്കെ നോക്കിയിരുന്നു. ന്യൂ ഇയർ ആയതുകൊണ്ട് ഫുൾ കളർഫുൾ ചിൽ വൈബാണ് എല്ലാവരും. സ്കെച്ച് കഴിഞ്ഞ് നടക്കുമ്പോൾ റെമിനെ കാണാനില്ല. റെമി ഒരു ബുക്ക് സ്റ്റാൾ കണ്ടുപിടിച്ച് അവിടെ പുസ്തകങ്ങളൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. നമ്മൾ ചെന്ന് ഞങ്ങൾ കുറച്ച് പുസ്തകങ്ങൾ വാങ്ങി, കുറച്ച് പോസ്റ്റ് കാർഡൊക്കെ വാങ്ങി പുള്ളിനായിട്ട് കുറച്ചേരം സംസാരിച്ചിരുന്നു. 65 വർഷമായിട്ട് ഈ കട അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കച്ചവടങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി ഈ കട ക്ലോസ് ചെയ്യാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നല്ല ഫ്രഷ് പാൽ ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നുണ്ടായിരുന്നു. നല്ല കേസറും ബദാമൊക്കെ ഇട്ടിട്ട്. തണുപ്പത്ത് നല്ല ചൂട് പാൽ കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് പറഞ്ഞ് അതിന്റെ മുകളിൽ അവർ റബ്ഡി ആ പാട കട്ടിയായതൊക്കെ ഇങ്ങനെ ഇട്ടുന്ന നല്ല അടിപൊളി സാധനം. ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ടുള്ള പാലെടുക്കണം, നൈസായിട്ട് കണ്ടുപിടിച്ചു. ഉത്തരേന്ത്യയിലെ മധുര പലഹാരങ്ങൾ ഭയങ്കര ഫേമസ് ആണല്ലോ. ഇനി അതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ ഓരോന്ന് കയറിക്കാണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് പേര് അറിയില്ലാന്നുണ്ട്. ബർഫി. ये है हरे चने का बर्फी, हरे चने का। और ये है गुलाब पासा, सिर्फ मिल्क का, मिल्क केक जिसको बोलते हैं प्योर मिल्क का। और ये काऊ मिल्क का। स्पेशली यहाँ का जो मंदिर है, वहाँ मंदिर में जो प्रसाद जाता है वो ये जाता है। ये बहुत सारी मिठाई, लेकिन ये जाता है। ये चुंगी। ഓക്കെ. അമ്പലത്തിൽ പ്രസാദമായിട്ട് കൊടുക്കുന്ന സാധനമാണ്. बड़े बड़े कटे हुए हैं जो मंदिर में जाता है, इस साइज का ताकि सबको प्रसाद. അമ്പലത്തിൽ പ്രസാദമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ടേ കൊടുക്കുള്ളൂ. ഇവിടെയുള്ള സാധനങ്ങളാണ് ഗുലാബ് ജാമ്, ഗാജർ കി ഹലുവ, പിന്നെ ഇതെന്താ വേറെന്തോ ഒരു സാധനമാണ്. ഇതൊക്കെ ഒരു ചൊയന്നല്ലേ. ഒന്നും മതിയോ? ഐസ്ക്രീം വേണോ? എന്നാ വാങ്ങിച്ചോ, ചെറുതൊന്ന് ഐസ്ക്രീം കൊടുക്കാം. ഒന്നും മതിയോ? സ്വീറ്റ് ഷോപ്പുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ഇവിടുന്ന് ഗുലാബ് ജാം വാങ്ങി. ഞങ്ങൾ അങ്ങനെ ഒരു ഐസ്ക്രീം വാങ്ങി. ഐസ്ക്രീം വിത്ത് ഗുലാബ് ജാം ട്രൈ ചെയ്യാണ്. ഇവിടെ ഒരുത്തി ഐസ്ക്രീമും ഗുലാബ് ജാമും കൂട്ടി തിന്നാണ്. ഞാൻ ഗുലാബ് ജാം ഒന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ പെരും ടേസ്റ്റ്. അപ്പം പിന്നെ ഐസ്ക്രീമും കൂട്ടി കഴിക്കാന്ന് വിചാരിച്ചു. തണുപ്പത്തേ ഐസ്ക്രീം ഒന്നും വേറെ ഇവന്റെ പല്ലുമ്മലൊക്കെ അത്രയും ഇതാക്കിയിട്ടും ഞാൻ എന്നേ വരെ ഐസ്ക്രീം ഒന്നുമില്ല, തണുത്തൊന്നും കഴിച്ചില്ല. ഇതിവിടെ രാജസ്ഥാനിൽ വന്നിട്ട് 8 ഡിഗ്രി തണുപ്പത്ത് ഐസ്ക്രീം. ഒരു ഓട്ടോറിക്ഷയിൽ കയറിക്കാണ്ട് ഇവിടുത്തെ പ്രധാന കവാടം നടന്നു. ഉദയ്പൂർ സിറ്റിയോട് വിട പറയാൻ ഇന്ന് രാത്രി 2 ദിവസത്തെ ഉദയ്പൂർ വാസത്തിന് ശേഷം ഞങ്ങൾ വിട പറയണം. ഇപ്പം ഞങ്ങൾ ഇവിടെ ഉള്ളത് രാജ് ട്രാവൽസ് എന്നുള്ളൊരു ബസ്സിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. 10:30-ക്കാണ് ബസ്. ഈ ഒരു ഇടം വെച്ച് പറയാനാണെങ്കിൽ ഇതുവരെ കണ്ടത് ഉദയ്പൂരെല്ലാം ഇവിടെ, കാരണം ഇത് ഉദയ്പൂരിന്റെ ഹൃദയഭാഗമാണ്. കുറച്ച് കച്ചറ ഏരിയയാണ്. ഇവിടെ ഒരുപാട് ബസ് ബുക്കിംഗ് ട്രാവൽ ഏജൻസികൾ ഒരുപാടുണ്ട്. ഞങ്ങൾ ബുക്ക് ചെയ്തത് രാജ് ട്രാവൽസിന്റെ ബസ്സാണ്. 10:30-ക്ക് ഉദയ്പൂരിൽ നിന്ന് പുറപ്പെട്ട് ജോധ്പൂരിൽ എത്തുന്ന ഒരു ബസ്. അത് വേറെ എവിടുന്ന് വരുന്ന ബസ്സാണ്. ഞാൻ കറക്റ്റ് എനിക്ക് നോക്കിയില്ല, ഞാൻ നോക്കിയാലും എനിക്ക് മനസ്സിലാവും. വേറെ എവിടുന്ന് വരുന്ന ബസ്സാണ്. ഇവിടെയൊക്കെ കണ്ടില്ലേ, അവിടെ എന്താ പറയാ, അശോക് ട്രാവൽസ് ഉണ്ട്, ജെയിൻ ട്രാവൽസ് ഉണ്ട്. ഇത് നമ്മുടെ കമ്പനിയാണെന്നുണ്ട്. രാജ് ട്രാവൽസ് ഉണ്ട്. ഒരുപാട് ഇവിടെയും രാജ് ട്രാവൽസിന്റെ ഒരു ബസ് ഉണ്ട്. ഇതേതാ കിസാൻ വേറെ ട്രാവൽസ്. അവിടെ ശ്രീ റിദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റോഡിന്റെ അപ്പുറത്തെ ഭാഗവും ഒരുപാട് ബസ് ഉണ്ട്. ഒരുപാട് ബസ്സും ട്രാവൽ ഏജൻസി ഉണ്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ ഏകദേശം 10, 20, 25 ബസ് ഇതുവരെ വന്നിട്ടില്ല.
ഞങ്ങൾക്ക് ജോധ്പൂരിലേക്ക്. ജോധ്പൂരിൽ നിന്ന് രാവിലെ ഒരു 5:45 എത്തും. ഞാൻ രഞ്ജിത്തിനെ പറഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി രഞ്ജിത്തിൻ്റെ റൂമിൽ പോകണം രാവിലെ തന്നെ. ഞങ്ങൾ ജോധ്പൂരിലേക്ക് പോവാണ്. ഉദയ്പൂരിൽ നിന്ന് ഞങ്ങളെ ജോധ്പൂരിലേക്ക് എത്തിക്കുന്നത് രാജ് എക്സ്പ്രസ് എന്നുള്ള ഈ വണ്ടിയാണ്. കിടിലനായിട്ട് ലൈറ്റിംഗ് ഒക്കെ കൊടുത്തേക്കണേ. ബലൂണൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കി കിട്ടും. ന്യൂ ഇയർ ആയതുകൊണ്ടേ കയറാം. കിടിലൻ ബസ്സാട്ടാ. നല്ല ചാരിയിരിക്കാനും കാർപ്പറ്റൊക്കെ ഉണ്ട്. കിടിലൻ സെറ്റപ്പാ. കൊടുക്കുന്ന പൈസക്കുള്ള മുതലുണ്ട് കേട്ടോ. 500 റുപ്യ. 1000 ടാക്സ് ഒക്കെ കൂടെ കൂടിക്കൊണ്ട് 1200 റുപ്യൻ്റെ അടുത്തായി. രണ്ടുപേർക്ക് ഇന്ന് രാത്രി ഒരു റൂം ബുക്ക് ചെയ്യേണ്ട പൈസയേ ഉള്ളൂ. AC ബസ് ആയതുകൊണ്ട് നല്ല ചൂടാക്കി നിർത്തിയിട്ടുണ്ട്. GH ഇതാണ് ഞങ്ങൾ ചൂസ് ചെയ്ത. അപ്പർ ഡെക്കാണ് ചൂസ് ചെയ്തത്. ഷൂക്കെ ഉള്ളിലേക്ക് വെക്കുക. ജോധ്പൂരിലെത്തിയിട്ടാണ് ഇനിയുള്ള കാഴ്ചകൾ. ഉദയ്പൂരിന്റെ കാര്യങ്ങളൊക്കെ വീഡിയോസ് ഒക്കെ ഇവിടെ തീരുന്നത്. ഇനി ജോധ്പൂരിന്റെ കാഴ്ചകളുമായിട്ട് നാളെ രാവിലെ നമ്മൾ ഉണരാണ്. അതുവരെ ഗുഡ് നൈറ്റ്. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ന്യൂ ഇയർ ആഘോഷിക്കുമ്പോൾ ശരി, ഓക്കെ.